യാത്രയൊക്കെ കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ തിരിച്ചെത്തി. പ്രഭാതമാകുന്നതിന്റെ മുമ്പേ യാത്ര തിരിച്ചെത്തി. നേരം വെളുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറിൽ അഥവാ പരിശുദ്ധ കഅബയുടെ സമീപത്തിരുന്നു കൊണ്ട് തന്റെ യാത്രാ വിവരണം നടത്തുകയുണ്ടായി. ആ യാത്രാ വിവരണം നടത്തുമ്പോ മുഅ്മിനുകളൊക്കെയും വിശ്വസിച്ചു, മുശ്രിക്കുകൾ കളവാക്കി. അവർക്ക് ആകെ എവിടെ പോയി എന്ന് പറഞ്ഞാലും പോയോ ഇല്ലെന്ന് തെളിയിക്കാപ്പോ സ്വർഗത്തെ അവർ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല, ബൈത്തുൽ മഅമൂർ കണ്ടിട്ടില്ല, സിദ്റത്തുൽ മുൻതഹ കണ്ടിട്ടില്ല. അവർക്ക് ആകെ പരിശോധന നടത്താൻ ആകെ മുശ്രിക്കുകൾക്ക് ചോദിക്കാൻ ഏറെ ഉള്ളൂ. ഷാമിലേക്കുള്ള അവരുടെ യാത്രാമധ്യേ ഇടക്ക് അവരിൽ പലരും കണ്ട ഒരു വീടുണ്ട് ബൈത്തുൽ മുഖദ്ദസ്. അതേപ്പോ ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവരിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം പറയാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്കത് വായിക്കാം. ലഖദ് റഅയ്തുനി ഫിൽ ഹിജ്രി, ഞാൻ എന്റെ യാത്രക്ക് ശേഷം ഹിജ്റിൽ ഞാൻ ഇരുന്നു, അഥവാ കഅബയുടെ സമീപത്തുള്ള ഇപ്പുറത്തുള്ള ആ ഭാഗത്ത് ഞാൻ ഇരുന്നു. വഖുറൈശ് തസ്അലുനി അൻ മസ്റായ, എന്റെ യാത്രയെ സംബന്ധിച്ച് ഖുറൈശികൾ ചോദ്യം ചെയ്യുന്നു. ഫസഅലത്നി അൻ അശിയാഅ മിൻ ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി അവരിങ്ങനെ ചുഴിഞ്ഞു ചോദിക്കാൻ തുടങ്ങി. ലം മുസ്ബിത്ഹാ, എനിക്കാണെങ്കിൽ അതത്ര കൃത്യമായി ഓർമ്മയുമില്ല. ഇവിടുന്ന് ഒരിക്കലല്ലേ പോയിട്ടുള്ളൂ, സ്കരിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖം തോന്നി. ഞാൻ എങ്ങനെ ഇവരോടിത് പറയും, ഞാൻ എങ്ങനെ ഇവരോടിത് വർണ്ണിച്ചു കൊടുക്കും? ആ നേരത്തതാ മറ്റൊരു അത്ഭുതം സംഭവിക്കുന്നു. അതൊരു മുഅ്ജിസത്ത്. വേറെ ഒരു മുഅ്ജിസത്തിനെ സ്ഥിരപ്പെടുത്താൻ മറ്റൊരു മുഅ്ജിസത്ത്, ഒരു മുഅ്ജിസത്തിനെ വിവരിച്ചു കൊടുക്കാൻ മറ്റൊരു മുഅ്ജിസത്ത്. അതെന്താ? ആ ഇരുന്ന ഇരിപ്പിലതാ ഫറഫഅഹുല്ലാഹു ലീ, ബൈത്തുൽ മുഖദ്ദസിനെ എനിക്ക് മുമ്പിൽ അല്ലാഹ് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു. അൻളുറു ഇലൈഹി, ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നു. മാ യസ്അലൂനി അൻ ശൈഇൻ, അവരെന്നോട് അതിനെക്കുറിച്ച് എന്തൊന്ന് ചോദിച്ചാലും ഇല്ലാ നബ്ബഉതുഹും ബിഹി, ഞാൻ അതിങ്ങനെ നോക്കി അവർക്ക് മറുപടി കൊടുക്കുന്നു. റവാഹു ബുഖാരി വ മുസ്ലിം റഹിമഹുല്ലാഹ്. സഹീഹുൽ ബുഖാരിയിൽ മുസ്ലിം നമുക്കത് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞു. നിഷേധിക്കാനൊന്നും കഴിയുന്നില്ല, അല്ലാന്ന് പറയാൻ കഴിയുന്നില്ല. കണ്ടവരുണ്ട് അവരുടെ കൂട്ടത്തിൽ, യാത്രാമധ്യേ കണ്ടവരുണ്ട്, അതുകൊണ്ട് നിഷേധിക്കാനാകുന്നില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ പലരും ഇതൊക്കെ കേട്ടപ്പോ കൈകൊട്ടി ആർത്ത് ചിരിച്ചവരുണ്ട്, തലയിൽ കൈവച്ച് ആശ്ചര്യം പ്രകടിപ്പിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞവർക്കും ബൈത്തുൽ മുഖദ്ദസിന്റെ ചോദ്യത്തിന്റെ വർണ്ണനയ്ക്ക് മുമ്പിൽ അവരും പതറി, മൗനികളായി, ആരും വിശ്വസിച്ചില്ല, പലരും. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ചില ആളുകൾ ഇസ്ലാമെന്ന് പുറത്തു പോകാൻ വരെ, മുസ്ലിമീങ്ങളിൽ ചിലർ ഇസ്ലാമെന്ന് പുറത്തു പോകാൻ വരെ ഈ യാത്രക്കാരനായി എന്ന് കേൾക്കുമ്പോ ഹിദായത്ത് കിട്ടിയോനും തെറ്റിപ്പോകാൻ കാരണമായി. എന്താ കാരണം? ബുദ്ധി ഉപയോഗിച്ചു അവൻ. ഇതൊന്നും അംഗീകരിച്ചിട്ട് എനിക്ക് മുസ്ലിമായി തുടരാൻ പറ്റൂല, ഇങ്ങനെ യാത്ര, അത്ഭുത യാത്ര, ഇതൊന്നും പറ്റൂല, ഇതൊന്നും എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. അന്നുണ്ട് ഈ അഖലാനികൾ. അഖലാനി എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ മുൻതൂക്കം കൊടുക്കുന്നവൻ ആണ് അഖലാനി. അതൊരു പ്രസ്ഥാന. അഖലിന് വലിയ സ്ഥാനം. ബുദ്ധിക്ക് യോജിക്കുന്നതല്ലാത്തൊരു ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല, തള്ളും. അവരാണ് അഖലാനികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ വിഭാഗം അന്നും ചില ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാതെ മുസ്ലിമീങ്ങളായി നടന്നിരുന്ന ചില ആളുകൾ വരെ ഇസ്ലാം എന്ന് പുറത്താണ് പോയി. ഞാൻ ഈ ഇസ്ലാമിലുള്ള മുർത്തദ്ദായി പോയി, നഊദു ബില്ലാഹ്, മുർത്തദ്ദായി പോയി. അങ്ങനെ മുശ്രിക്കുകൾക്ക് വലിയ സന്തോഷം. ആ മുഹമ്മദിന്റെ കൂടെയുള്ള അനുയായികളൊക്കെ ഇപ്പൊ ഇതുകൊണ്ട് കൂടൊഴിയുന്നുണ്ട്, ചിലരെങ്കിലും പോകുന്നുണ്ട്. ഇത് തന്നെ തക്കം എന്ന് മനസ്സിലാക്കിയിട്ട് ഓടിച്ചെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരുങ്ങി മുശ്രിക്കുകൾ. ഈ സംഭവം വിവരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലായിരുന്നു. ഓടിച്ചെന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ നിന്റെ കൂട്ടുകാരന് പിച്ചും പേയും കൂടിയിട്ടുണ്ട്, ആകെ പഴച്ചു പോയിരിക്കുന്നു, ഇനിയും നിങ്ങൾ മൂപ്പര അനുയായിയായിട്ട് തുടരുന്നതിൽ എന്താ ഉള്ളത്, ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഓടിച്ചെന്നിട്ട് വലിയ ആവേശത്തോടെ ഈ രംഗം ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു എന്നാ മുഹമ്മദ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു കുലുക്കം ഉണ്ടായില്ല. ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഒരൊറ്റ ചോദ്യം മഹാനവറുകൾ ചോദിച്ചുള്ളൂ. എന്റെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ?
അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ഉണ്ടായിന്ന് മുഹമ്മദ് നബി പറഞ്ഞോ? ഒരു പറഞ്ഞു. ആ ചോദ്യം കേട്ടപ്പോ അവര് വിചാരിച്ചു, ഒന്നും കൂടി ആവേശമായി. പറഞ്ഞു എന്ന് പറഞ്ഞാൽ അബൂബക്കർ ഒന്നും കൂടി പതറും, ഇപ്പൊ രാജിവെക്കും ഇസ്ലാം എന്ന് വിചാരിച്ചിട്ടാ ആവേശത്തോടെ പറഞ്ഞു. ഉറപ്പാ. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ. അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് 100% സത്യമാണ് പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്നാ ഞാൻ വിശ്വസിക്കും? ഉടനെ അവർ തിരിച്ചു ചോദിക്കുന്നു, ഒരൊറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി മറ്റുള്ള യാത്രകളുമൊക്കെ കഴിഞ്ഞ് പ്രഭാതമാകുന്നതിന്റെ മുമ്പ് മടങ്ങിയെത്തി എന്നത് നിനക്ക് വിശ്വസിക്കാനാകുന്നുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വിശ്വസിക്കും. എന്താ എനിക്ക് വിശ്വസിക്കുന്നതിന് തടസ്സം? ഇതിനേക്കാൾ വളരെ വിദൂരമായ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടാ ഞാൻ മുസ്ലിമായി നടക്കുന്നത്. ഇതിനേക്കാൾ വലിയ കാര്യം അംഗീകരിച്ചിട്ടാ ഞാൻ നടക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഒക്കെ മാനലോകത്ത് നിന്നുള്ള വാർത്തകൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാ ഞാന്. അങ്ങനത്തെ എനിക്കുണ്ടോ? അപ്പൊ ഇതിങ്ങനെ ഒന്ന് പോയി എന്നോ എനിക്ക് അത്ഭുതം. സെക്കൻഡ് കണക്കിന് ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, വഹി കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാ അബൂബക്കർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനത്തെ എനിക്കുണ്ടോ? ഇത് വിശ്വസിക്കാൻ പ്രയാസം എന്റെ നേതാവിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. ചരിത്രത്തിൽ കാണാം, ഫലിദാലിക സുമ്മിയ അബൂബക്കർ ബിസ്സിദ്ദീഖ്. അവിടെ മുതൽ അതുവരെ അബൂബക്കർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നേതാവ് സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്, എല്ലാം സത്യപ്പെടുത്തുന്നയാള് എന്ന നിലക്കുള്ള പ്രത്യേകമായ സ്ഥാനപ്പേരിൽ അവിടുന്ന് അറിയപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് ഉൾക്കൊള്ളാനായില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ നിന്നൊരു അടിസ്ഥാന നിയമം മനസ്സിലാക്കണം. ഏതൊരു കാര്യത്തെ കേട്ടാലും അതിന്റെ ബുദ്ധിക്ക് യോജിക്കുമോ ഇല്ലേ എന്നതല്ല പരിശോധിക്കപ്പെടേണ്ടത്, പ്രമാണത്തിൽ വന്നതാണോ അല്ലേ. പ്രമാണത്തിൽ ഉണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാനോ പരിഹസിക്കാനോ പുച്ഛിക്കാനോ നിഷേധിക്കാനോ വകുപ്പില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു സത്യവിശ്വാസിയായ പുരുഷനോ ഒരു സത്യവിശ്വാസിനിയായ പെണ്ണിനോ പാടില്ല തന്നെ അള്ളയും അവന്റെ ദൂതനും ഒരു കാര്യം തീരുമാനിച്ച് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ അതിനെപ്പറ്റി ഒന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി പരിശോധന നടത്തട്ടെ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഇല്ല തന്നെ. പ്രമാണങ്ങളിലുണ്ടോ മുഴുവൻ അംഗീകരിച്ചോളണം, പ്രമാണത്തിലുണ്ടോ മുഴുവൻ സ്വീകരിച്ചോളണം, ചോദ്യം ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാലോ കാഫിറായി പോകും. ഇസ്രായില്ല മിഅ്റാജില്ല എന്നൊക്കെ പറയുന്ന കക്ഷികളുണ്ട്. അത് കേവലം ഒരു സ്വപ്നാടനമായിരുന്നു എന്ന് പറയുന്ന കക്ഷികളുണ്ട്. അതൊക്കെ ഖുർആനിനെ നിഷേധിക്കലാണ്. മിഅ്റാജിനെ പറ്റി സൂറത്തുൻ നജ്മിൽ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. അവിടുന്ന് കണ്ട കാഴ്ചകളെ പറ്റി പറഞ്ഞിടത്തൊക്കെ മിഅ്റാജിനെ പറ്റിയുള്ള പരാമർശം സൂറത്തുൻ നജ്മിന്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമാണ് ഇസ്രാഉം മിഅ്റാജും. ഹദീസുകളിലും സ്ഥിരപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമാണ്. അതെന്റെ ബുദ്ധിക്ക് യോജിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് തട്ടാനും തള്ളി മാറ്റുവാനും ഒരാൾക്ക് പ്രവൃത്തിയില്ല. സാന്ദർഭികമായി പറയട്ടെ സഹോദരങ്ങളെ, മുഹമ്മദ് അമാനി മൗലവിയുടെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ നമ്മുടെ ഗ്രീഡുകളിലുള്ള ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ സൂറത്തുൽ ഇസ്രാഇന്റെ ഒന്നാം ആയത്തിന് അദ്ദേഹം നൽകിയ വിശദമായ പേജുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വിവരണമുണ്ട്. നിങ്ങളത് വായിക്കണം. ഈ യാത്ര കേവലം സ്വപ്നാടനമായിരുന്നു എന്ന് പറയുന്ന യുക്തിവാദികളെ
പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം പേജുകളോളമുള്ള വരികളിലൂടെ ഖണ്ഡിച്ച് എഴുതിയിട്ടുണ്ട്. ശാരീരികമായിരുന്നു എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പ്രമാണങ്ങൾ എടുത്തുകൊണ്ട് ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ആ മഹാപണ്ഡിതൻ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. നമ്മളത് വായിക്കണം, പഠിക്കണം. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ശുദ്ധ മതയുക്തിവാദികളുടെ മുമ്പിൽ പ്രമാണങ്ങൾ കൊണ്ട് സംസാരിക്കുവാനുള്ള ഇൽമ് നാം നേടിയെടുക്കണം. എന്തിനു വേണ്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തുകളെ കൊച്ചാക്കുന്നവർക്കെതിരെ പ്രമാണങ്ങൾ കൊണ്ട് പ്രതികരിക്കുവാൻ, നമുക്ക് പ്രതിഫലം കിട്ടുവാൻ, സ്വർഗം നേടുവാൻ.